സ്നേഹത്തിനൊളി പോലെ അറിവിന്റെ മൊഴി പോലെ മരുവിന്നു നിള പോലെ അണയുന്നു ചാരേ സഖി സഖി. നമസ്കാരം, സഖിയിലേക്ക് സ്വാഗതം. വ്യക്തിപരമായ ദുരന്തങ്ങൾ നാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് നേരിടുക. ചിലർ നിഷ്ക്രിയരാകും, ചിലർ പഴയ പ്രവൃത്തിപഥത്തിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു വരും. മറ്റു ചിലരാവട്ടെ തനിക്കുണ്ടായ ദുരന്തം മറ്റാർക്കും ഉണ്ടാവരുത് എന്ന വാശിയോടെ നിഷ്കർഷയോടെ പുതിയ പ്രവർത്തന മേഖല തന്നെ തുറന്നെടുക്കും. ഈ മേഖലയിലാണ് ഉമാ പ്രേമന്റെ സ്ഥാനം. തൃശ്ശൂരിലെ ഗുരുവായൂർ ആസ്ഥാനമാക്കി ഉമ ആരംഭിച്ച ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിനെ കുറിച്ച് ഇപ്പോൾ മിക്കവർക്കും ഒരു ധാരണയുണ്ട്. സൗജന്യമായി മെഡിക്കൽ ഇൻഫർമേഷൻ, അതുപോലെ രോഗി പരിചരണം, ഇതൊക്കെ ലഭ്യമാക്കുന്ന ഉമയാണ് ഇന്ന് നമ്മുടെ അതിഥി. ഇനി വേറൊരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട്. 2006 6ാമത് സദ്ഗുരു ജ്ഞാനാനന്ദ അവാർഡിന് ഉമ അർഹയായിട്ടുണ്ട്. അതിപ്പോഴാണ് ഇവിടെ വിവരം ലഭിക്കുന്നത്. ഇത് നമ്മളാണ് ഒരുപക്ഷെ ആദ്യമായി പുറത്തേക്ക് വിടുന്നത്. ഈ അവാർഡിന് കൂടി അർഹയായ ഉമയോട് നമുക്ക് ഈ പ്രസ്ഥാനത്തിന് കൂട്ടായ്മയായി എന്ത് ചെയ്യാൻ സാധിക്കും, മെഡിക്കൽ ഇൻഫർമേഷനെ കുറിച്ച് കൂടുതൽ നമുക്കുള്ള അറിവുകൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ സംസാരിക്കാം. ഒരു സ്ഥാപനത്തിന്റെ പ്രസക്തി എന്താണ്? ഒരു വലിയ രോഗമാണ് നമുക്ക് വരുന്നത് എങ്കിൽ നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ പല ആശുപത്രികളിലും കയറി നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ നഷ്ടപ്പെട്ട് യഥാർത്ഥ ചികിത്സ വേണ്ടി വരുമ്പോൾ ചികിത്സയ്ക്ക് ധനമില്ലാതെ ആരെങ്കിലുമൊക്കെ സമീപിക്കാം എന്നുള്ള ധാരണയിലെത്തും. സമൂഹം നമുക്ക് വേണ്ടി ചിലപ്പോൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസയൊക്കെ പിരിച്ചു തരും. എന്നാൽ തന്നെ അവർക്കാർക്കും ശരിക്കും എവിടേക്ക് പോകണം, എവിടെയാണ് ഇതിന് നല്ല ചികിത്സ കിട്ടുക എന്നുള്ള വിവരം അറിയില്ല. ആ സാഹചര്യത്തിലാണ് ശാന്തിയുടെ ആവശ്യം ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും സഹകരണമായി തോന്നുന്നത്. ഒരു ചെറിയൊരു സർജറി വേണമെങ്കിൽ അവർക്ക് അടുത്തുള്ള ആശുപത്രിയിലൊക്കെ ചെയ്യാം. 2-3 ആശുപത്രിയിലെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് ചെയ്യേണ്ട ഒരു സർജറിയാണ് എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അവർ ശാന്തിയിലെത്തും. ഞങ്ങൾ ആശുപത്രികളുടെ വിവരങ്ങളും അവിടെ ആ സർജറിക്കാവുന്ന ചിലവ്, അതിന് എവിടെ നിന്നെല്ലാം ധനസഹായം കിട്ടും, പല രീതിയിലും പല സംഘടനകളും സർക്കാരിൽ നിന്നും കിട്ടും, അത് കിട്ടാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ നൽകുകയും അതിന് ഞങ്ങളെക്കൊണ്ട് ഈ സ്ഥാപനത്തെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ സർജറി ആശുപത്രിയിൽ നിന്ന് ഇളവ് നിരക്കിൽ തന്നെ നടത്തി കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ അവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ തിരിച്ചു വന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി. ശരിക്കും ഉമ വ്യക്തിപരമായിട്ട് വളരെയേറെ ഇതിൽ ഇൻവോൾവ് ആണ്. ഈവൻ ഒരു കിഡ്നി ആവശ്യം വരുമ്പോഴത്തേക്ക് സ്വന്തം കിഡ്നി ദാനം ചെയ്യുക, അതുപോലെ പണം ആവശ്യം വരുമ്പോഴത്തേക്ക് എവിടെ നിന്നില്ലാതെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇത്തരം ഒരു സ്ഥാപനം നടത്താനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ലേ? ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂട്ടത്തിൽ തന്നെ എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിലും ചെയ്യണമെന്ന്. പക്ഷേ മാധ്യമങ്ങളിലൂടെയും ഈ സ്ഥാപനത്തെക്കുറിച്ച് തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എൻ്റെ ഒരു ഭാഗം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു ജീവിക്കാനുള്ള ഒരു തൊഴിൽ ചെയ്യാന്നുള്ള ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് സ്വപ്നമായി പോയി. 24 മണിക്കൂറും സേവനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ വരേണ്ടി വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ടാണ് ഹാർട്ട് സർജറി ആയാലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും എന്തായാലും ഞാൻ എവിടെയും പിരിക്കാൻ പോകാറില്ല. എത്ര വേണം, വാൽവ് മേടിക്കണം, 30,000 രൂപ, ഇതാ 30,000 രൂപ, ശരി, അങ്ങനെ വാൽവെല്ലാം മേടിച്ചു കൊടുക്കുക, എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക. അങ്ങനെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ട് തിരിച്ച് നോക്കുമ്പോൾ അതിൽ നില്ലായി തുടങ്ങി. ഇപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾക്ക് തന്നെ ഫണ്ട് ആവശ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉമ്മയുടെ കയ്യിലുള്ള റിസോഴ്സ് എല്ലാം തീർന്നിട്ട് അതെല്ലാം ഞാൻ 97 തുടങ്ങി 99 ആകുമ്പോഴേക്കും എല്ലാം തീർന്നു. ഞാൻ നില്ലാവുന്ന ഒരവസ്ഥയായി. പക്ഷേ ഇത് എൻ്റെ അടുത്ത് എത്തുന്ന രോഗികൾ ദിവസം 400 പേരെങ്കിലും അവിടെ ഇൻഫർമേഷന് വേണ്ടി വരുന്നുണ്ട്. 10,000-4,000 ഫോൺ കോൾ വരാറുണ്ട്. ഇത്രയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. സ്റ്റാഫുകൾ ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകണം. അങ്ങനെ വീണ്ടും നമ്മൾ ഇത് നിർത്തേണ്ടി വരുമോ എന്നുള്ള ഇതിൽ പലരെയും സമീപിച്ച് എന്ത് രീതിയിലാണ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ ഒരേ ഒരു
ഒരാൾ മാത്രം 200 രൂപ മാസം തരാമെന്ന് പറഞ്ഞു. ആ 200 രൂപ ഫോൺ തന്നെ നമുക്കൊരു 3500-4000 രൂപ ബില്ല് വരും. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തിനു പറയുന്നു, കിടപ്പാടമൊക്കെ വിറ്റു വീണ്ടും ഇനിയുള്ള ഒരു കിടപ്പാടം പോലും വിറ്റിട്ടാണ് ഞാൻ വീണ്ടും സേവനം തുടങ്ങിയത്. നിർത്താൻ പറ്റില്ല. പക്ഷേ പിന്നീട് എൻ്റെ സേവനം കൂടുതൽ മേഖലകളിൽ ആവശ്യമായി വരികയും അങ്ങനെയാണ് കിഡ്നി പേഷ്യൻസിന് ഞാനൊരു കിഡ്നി കൊടുത്തു എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ടൊന്നുമില്ല. അത് കൊടുത്തതിന് ശേഷം അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ കൂടുതൽ സഹായിക്കുന്നതിനായി ഡയാലിസിസ് യൂണിറ്റ് വേണം. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊന്നും ആ സൗകര്യം ഉണ്ടായിരുന്നില്ല, പാലക്കാട് ഉണ്ടായിരുന്നില്ല, മലപ്പുറം സർക്കാർ ആശുപത്രി ഒന്നുമില്ല. ഈ 3 ജില്ലയിലുള്ള ആളുകൾക്കും കൂടി ഒരു സഹായമാവും എന്ന് വിചാരിച്ചു ഒരു ഡയാലിസിസ് യൂണിറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. കാശൊന്നുമില്ല കേട്ടോ, എന്നാലും വാടകയ്ക്ക് മിഷൻ എടുത്തിട്ട് ഒരു ഡയാലിസിസിന് 100 രൂപ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെ മിഷൻ എടുക്കുകയും ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സർക്കാരിൻ്റെ ഒന്നും യാതൊരു സഹായം ഉണ്ടായില്ല. പിന്നെ ആരെയും പരിചയമില്ലാത്ത UAE-യിൽ ഞാനൊരു വിസിറ്റിംഗ് വിസ 55,000 രൂപ എടുത്ത് അവിടെ ചെന്ന് ഇറങ്ങുകയാണ്. എൻ്റെ നല്ല സമയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ രോഗികളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം, പ്രാർത്ഥന കൊണ്ടായിരിക്കാം. ആദ്യം തന്നെ ഡോക്ടർ ജോ ജോസഫ് എന്ന് കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുകയും അദ്ദേഹം കിഡ്നി മാറ്റി വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ രോഗികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു വന്നു. അന്ന് മുതൽ ഞാൻ ഈ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി. പിന്നെ പലപ്പോഴും UAE-യിൽ പോയിട്ട് സെക്കൻഡ് ഹാൻഡ് മിഷൻ, രണ്ടാമത് പോയപ്പോൾ സെക്കൻഡ് ഹാൻഡ് മിഷൻ ഒരു 6 പേര് സ്പോൺസർ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വേറെ ഈ നാട്ടിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇറങ്ങിയ എല്ലാ വീടുകളിലും ഡൊണേഷൻ അത് നടക്കാത്ത കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 60 വയസ്സ് വരെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. നമ്മുടെ സെൽഫ് ഇത് കൂടി നോക്കണം. സോ കത്തെഴുതി പലരും നമ്മൾ കത്തൊക്കെ എഴുതാറുണ്ട്. നല്ല വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ പത്രത്തിൽ കാണുമ്പോൾ 25ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്നവർക്ക് കത്തൊക്കെ എഴുതും. അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ വ്യക്തിപരമായിട്ട് എവിടെയും പോകാറില്ല. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞു ഈ പ്രാവശ്യം വീണ്ടും ചെന്നു. എന്താ വെച്ചാൽ അവരുടെ ഒരു സഹായത്തോട് കൂടിയിട്ടായിരുന്നു, വിദേശ മലയാളികളുടെ സഹായത്തോടു കൂടി ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡയാലിസിസിന് വേണ്ടി വേണ്ടിപ്പോൾ എനിക്ക് അവിടെ ചെന്നിടുമ്പോൾ ഏറ്റവും ഒരു നല്ല മനുഷ്യനെ, ഒരു കേരളീയൻ എന്ന് പറയുന്ന നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനായി ഇരുന്നിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥൻ കേരളീയനെ പരിചയപ്പെടുകയും അദ്ദേഹം തന്നെ 4 സെക്കൻഡ് ഹാൻഡ് മിഷൻ ശാന്തിക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തു. പിന്നെ ഒരു UAE നേഷൻ തന്നെ ഒരു മിഷൻ സ്പോൺസർ ചെയ്തു. ആരോപ്ലാന്റ് എല്ലാം നമ്മൾ പാലക്കാട് വാടകയ്ക്കെടുത്ത മിഷൻ എല്ലാം തിരിച്ചു കൊടുത്ത് സ്വന്തം മിഷൻ വെച്ച് പ്രവർത്തിക്കാവുന്ന ഒരു രീതിയിൽ കുറേ ആളുകളുടെ സഹായം കിട്ടി. എന്നാൽ ഓരോ മിഷൻ നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ ദിവസം 600 രൂപ കണ്ടെത്തേണ്ട ഒരു ബാധ്യതയിലേക്കാണ് വീണ്ടും പോകുന്നത്. ചോദിച്ചോട്ടെ, അപ്പോൾ ഇത്രയേറെ മെഷീൻ കിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ ഉമ്മ പറയുകയുണ്ടായി, വളരെ ടച്ചിങ് ആയി തോന്നിയ ഒരു സംഭവമാണ്. ഒരു ഡയാലിസിസ് രോഗി വരുമ്പോൾ ഞങ്ങൾ പറയും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി ഒന്ന് മരിച്ചോട്ടെ എന്നാണ്. വളരെ വിഷമത്തിൽ ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? തൃശ്ശൂർ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിലവ് കുറഞ്ഞ രീതിയിൽ ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ആശുപത്രികളും ശരിക്കും പെട്ടുപോയി, അവരുടെയൊക്കെ ചാർജ് കുറയ്ക്കേണ്ടി വന്നു. എന്നാൽ പാലക്കാട് വേറെ ഒരു സർക്കാർ ആശുപത്രിയിലോ പ്രൈവറ്റ് ആശുപത്രിയിലോ ഈ ഫെസിലിറ്റി ഇല്ല. നമ്മൾ മാത്രമേ അവിടെയുള്ളൂ. നമ്മളും ഇളവ് നിരക്കിലാണ് 500 രൂപയ്ക്കാണ് മിഷൻ വാടക അടക്കം 500 രൂപയ്ക്കാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോഴും 14 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ആ 14 പേരോട് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വന്ന ഫോണിൽ ഞാൻ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആരെങ്കിലും ഞാൻ ചോദിക്കുകയും ചെയ്തു, എൻ്റെ സ്റ്റാഫിനെ വിളിച്ച് ആരാണ് വളരെ സിക്കായിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ അത് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ ഇയാൾ അപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം ഇല്ലതിൽ പലരും സിക്കാണ്. ഈ 13 പേരോടും മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 13 പേരും പല സ്ഥലത്തും പോയി ചെയ്യുക. തൃശ്ശൂരും പാലക്കാടും തൃശ്ശൂരും കോയമ്പത്തൂരും ഒക്കെ പോയി ചെയ്യുന്നുണ്ട്. 1000 രൂപയോളം ചിലവ് വരുന്നുണ്ട് പോയി വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് ശരിക്കും ഇപ്പോൾ ഉള്ള മിഷനിൽ തന്നെ എനിക്കിനി ഒരു ഷിഫ്റ്റ് എടുത്ത് അതിൽ പലരെയും രക്ഷിക്കാൻ കഴിയും. പക്ഷെ വീണ്ടും ബാധ്യത വരും. ഇപ്പോൾ തൃശ്ശൂരിൽ ഡയാലിസിസ് നടക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം 3000 രൂപ ബാധ്യത വരുന്നുണ്ട്, പാലക്കാടിൽ 3000 രൂപ. അപ്പോൾ ഒരു ദിവസം 6000 രൂപ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു സ്ഥലം നമുക്ക് തന്നിട്ടുള്ളതാണ്. പാലക്കാട് സ്ഥലത്തിനും വാടകയുണ്ട്, തൃശ്ശൂർ പിന്നെ അതില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പേ ചെയ്യണം, സ്റ്റാഫ് സാലറി, നെഫ്രോളജിസ്റ്റ് നമ്മൾ തന്നെ ഫുൾ ടൈം നെഫ്രോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണം, ഏറ്റവും കൂടുതൽ കിട്ടാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി, ഡിസ്പോസിബിൾ ഐറ്റം എല്ലാം എന്തിനു പറയുന്നു, നമ്മൾ മേടിക്കുന്ന ഒരു എയർ ഫ്രഷ്നർ വരെ കാശ് കൊടുത്ത് തന്നെ മേടിക്കണം. നമുക്ക് വേറെ എവിടെ നിന്നും ഒന്നും കിട്ടാനില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് ഞാൻ പറയുന്ന ഈ ശാന്തിയിൽ ഡയാലിസിസ് ചെയ്യണതും അപ്പോളോയിൽ പോയി ചെയ്താലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാഷണൽ കിഡ്നി ഫൗണ്ടേഷനിൽ പോയി ചെയ്താലും ഒരേ ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. സാമ്പത്തികമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ സാധാരണ രീതിയിൽ വളരെ ഹൈജീനിക് ആയിട്ട് തന്നെ ചെയ്യണം. ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഒരു ചികിത്സ ഏത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കും, അതിന് എത്ര രൂപ ചിലവ് വരും, ആരെയാണ് സമീപിക്കേണ്ടത്, എവിടെ നിന്നെല്ലാമാണ് ധനസഹായം ലഭിക്കുക എന്നുള്ള വിവരങ്ങളാണ് ആദ്യപടിയായിട്ട് നമ്മൾ ഒരു രോഗിക്ക് കൊടുക്കുക. എക്സ് എന്ന് പറയുന്ന ആശുപത്രിയിൽ പോയിട്ട് ഒരു സർജറി ചെയ്യണമെങ്കിൽ ആ പേഷ്യൻറ്റിന്
അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ? ധനസഹായം കിട്ടാൻ ഉള്ള യോഗ്യനാണോ? 24,000 രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് മാത്രം, 24,000 വരെ പരിധി, അതിനുള്ളിൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് മാത്രമേ ധനസഹായം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ രോഗിക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കുകയാണ് ഞങ്ങൾ ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഈ രോഗത്തിന് ഇന്ത്യയിൽ എവിടെയെല്ലാമാണ് ചികിത്സ ലഭിക്കുക, എത്ര രൂപകളാണ് വരിക എന്നുള്ള വിവരങ്ങൾ ആദ്യം കൊടുക്കും. രോഗിയാണ് തീരുമാനിക്കുക ഞാൻ എവിടെ പോയി ചെയ്യണം, ആ ആശുപത്രിയിൽ നിന്ന് എത്രത്തോളം കൺസെഷൻ ഇളവ് നിരക്കിൽ ഈ ചികിത്സ നേടിക്കൊടുക്കാൻ കഴിയും. അപ്പോൾ ആശുപത്രികളുമായിട്ട് നിരന്തരമായിട്ട് നമ്മളുടെ ബന്ധം കൊണ്ട് പല ആശുപത്രികളും ചികിത്സയ്ക്ക് വളരെയധികം ചിലവ് കുറച്ച് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഈ രോഗിക്ക് ആ ആശുപത്രിയിൽ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്തു കൊടുക്കുക എന്ന് ആശുപത്രിക്കാരോട് അന്വേഷിച്ചതിന് ശേഷം അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. 70,000 രൂപ ഓപ്പറേഷന് ആവശ്യമുണ്ട് എങ്കിൽ ഏതാണ്ട് 55,000 മുതൽ 60,000 രൂപ വരെ ഞങ്ങൾ നേടിക്കൊടുക്കും. ബാക്കി 10,000 രൂപ രോഗി എടുക്കണം എന്ന് ഞങ്ങൾ നിർബന്ധമായും പറയാൻ കാരണം, വലിയൊരു ചികിത്സാ ചെലവുള്ള ഒരു സർജറി നമ്മൾ സൗജന്യമായി ചെയ്തു കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാവില്ല അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ രോഗി 10,000 രൂപ എടുക്കാവുന്ന ഒരവസ്ഥ. പിന്നെ മാനസികമായിട്ട് രോഗിയും രോഗിയുടെ ബന്ധുക്കളും കൂടി വളരെ വിഷമിച്ചിരിക്കും ഈ ഓപ്പറേഷനിലോ ഈ ചികിത്സയിലോ ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആത്മവിശ്വാസം രോഗിക്കും ബന്ധുക്കൾക്കും അത് ഏറ്റവും വലിയ. എനിക്ക് വേറൊരിടത്ത് പറയുണ്ടായി, അതായത് എൻ്റെ ഒരു ചെറിയൊരു മോഹം ഉണ്ടായിരുന്നു. ഭർത്താവിന് സുഖമില്ലാതിരുന്നപ്പോൾ ഞാൻ ചെറിയ ചെറിയ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യും, മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, ബ്ലഡ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഓർക്കും ഭഗവാൻ ഇതൊക്കെ കാണും, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു തരുമെന്ന്. നമ്മുടെ പ്രേക്ഷകരിൽ അത് സാധാരണ ജനങ്ങളിലും കാണും ഒട്ടേറെ പേര് ഇങ്ങനെ ഒന്നും ഫലമില്ലാതെയാകുമ്പോൾ ഈവൻ പ്രാർത്ഥന പോലും ഞാൻ എന്തോരം വിളിച്ച് പ്രാർത്ഥിച്ചത് എന്നിട്ട് ഭഗവാൻ തന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് വെക്കുന്നു. അല്ലെ ഞാൻ ഇത്ര പേർക്ക് ചെയ്തു, എനിക്ക് എന്താ ഗുണം ഉണ്ടായേ എന്നാൽ അതിനൊന്നും പക്ഷെ ഉമ്മ നേരെ തിരിച്ച് കുറേ കൂടി വരികയാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു പ്രചോദനം എന്താ? എൻ്റെ ഹസ്ബൻഡ് ശ്രീചിത്രയിലായിരുന്നു. അപ്പോൾ ആ 96 ദിവസം അവിടെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ഒരു 4-5 ദിവസം സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് വളരെ സത്യം, ഞാൻ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുകയാണ് നമ്മൾ കുറേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. എല്ലാവർക്കും ഉണ്ടാവും. ഞാനത് തുറന്നു പറയാൻ കാരണം ആദ്യത്തെ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ എന്നെ അന്വേഷിച്ചു ചെന്ന ആൾക്കാർ, ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവരിങ്ങനെ പോയി, അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അയ്യോ ഇനിയിപ്പോൾ അവരിനി ഒന്നും ചെയ്യില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾ ഒന്ന് വിളിച്ചു നോക്കൂ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു. അങ്ങനെ മരിച്ച് ഇരിക്കുന്ന വീട്ടിലേക്കാണ് വിളിക്കുന്നത് സഹായം ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു അത് ഇങ്ങനെ അപ്പോഴാണ് എനിക്ക് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരൻ, അതിപ്പോൾ ഉള്ള നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ള ഒരു സത്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇനിയുള്ള കാലം ഞാൻ 24 മണിക്കൂറും സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കും. ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ എല്ലാ മേഖലയിലും ചെന്ന് ചാടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടത്, എന്നെക്കൊണ്ട് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. ഇത് തുടങ്ങിയതിന് ശേഷമാണ് വലിയ വലിയ ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രികൾ ഈടാക്കിയിരുന്ന ഭീമമായ തുക പെട്ടെന്ന് തന്നെ എല്ലാവരും ചാർജ് കുറച്ചു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി ജിപ്മർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 30,000 രൂപയ്ക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1.5 ലക്ഷം രൂപ പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. സത്യത്തിൽ ഐ ക്യാമ്പിന് കൊണ്ടുപോകണേ ഹാർട്ട് ഓപ്പറേഷന് കൊണ്ടുപോകുന്നത് അവർ വിചാരിക്കേണ്ടത് ഏതോ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ്, ഇതിൻ്റെ ഏജന്റാണ്. പിന്നീട് ജിപ്മർ ഹോസ്പിറ്റലിൻ്റെ പടിക്കൽ സമരവും സത്യാഗ്രഹവും പേഷ്യൻറ്റിനൊക്കെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഇത്രയും കേരളത്തിൽ നിന്ന് എങ്ങനെ പേഷ്യൻറ്റ് വരുന്നു ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ അവിടെ നിരാഹാരമൊക്കെ ഇരിക്കാനും ഒക്കെ ഒരുങ്ങി പുറപ്പെട്ടപ്പോഴാണ് അത്രയൊക്കെ വന്നപ്പോഴാണ് ഹെൽത്ത് മിനിസ്റ്റർക്കും എനിക്കൊരു യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അദ്ദേഹം അവിടുത്തെ ഡോക്ടേഴ്സ് എന്തൊക്കെയോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഫയലെല്ലാം എടുത്തു കൊണ്ടുപോയി അഡ്മിറ്റായ 5 പേഷ്യൻറ്റിന് ഹാർട്ട് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പേഷ്യൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കാവും റിസ്ക്. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കാണും, മിനിസ്റ്ററെ കാണും. അപ്പോൾ തെറ്റ് ചെയ്തവരെ പോയി കാണുക, എന്നെ വന്ന് കാണരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു തെറ്റാര് ശരിയാര് എന്നുള്ളത് തിരിച്ചറിയാനുള്ള സമയമല്ല. അഡ്മിറ്റ് ചെയ്ത 5 പേഷ്യൻറ്റും വളരെ പുവറാണ്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവും. അങ്ങനെ അന്നത്തെ പ്രസിഡന്റ് KR നാരായണൻ സാറിന് ഞാൻ ഇതെല്ലാം വെച്ചൊരു ഫാക്സ് അയച്ചു. 24 hours ഹോസ്പിറ്റൽ ഓർഡർ വന്നു. ആ 5 പേഷ്യൻറ്റും സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബ്ലോക്ക് പൂട്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നേ പിന്നെ ചെയ്താൽ മതി. അങ്ങനെ ഒരു December 30th തൊട്ട് ആ ജാനുവരിയിൽ ആ 5 പേരെയും സർജറി കഴിഞ്ഞ് കിട്ടി. ഞങ്ങൾക്ക് വേണ്ടി ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിന് ഞാൻ എഴുതി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകളാണ് എന്ന്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാക്സ് വന്നു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ഡോക്ടർ സാംബശിവറാവ് എന്നെ വിളിച്ച്, ഡയറക്ടർ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കൊരു ഫാക്സ് വന്നിട്ടുണ്ട്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്താൽ. അതെല്ലാം പത്രത്തിൽ വന്നപ്പോഴാണ് ആളുകൾ മനസ്സിലായത്, ഇതെന്തോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഈ ചെയ്യുന്നത്.
സത്യത്തിൽ ഇത് വർഷങ്ങളായിട്ട് ആ ഫെസിലിറ്റി ആ ഹോസ്പിറ്റലിലുണ്ട്, ജനങ്ങൾ അറിയാതെയാണ്. അറിയുന്നില്ല. ഫേസ് മേക്കർ അവിടെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രഞ്ച് ഗവൺമെൻറ്. അത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. അത്തരം വിവരങ്ങളെല്ലാം ഞങ്ങൾ പുറത്ത് കൊണ്ടുവരികയും, അപ്പോൾ ഒരു സർജറി ചെയ്യണം നമ്മുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഇവിടെ പ്രൈവറ്റിൽ പോയി അത്ര പറഞ്ഞ് ഇത്ര വിഷമിക്കേണ്ട, ഇന്ന സ്ഥലത്ത് പോയാൽ സൗജന്യമായി ചെയ്ത് കിട്ടും, അവിടെ പോയാൽ കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ ഞാൻ വരാം, ഞാൻ വന്നിട്ട് ചെയ്തു തരാം. അങ്ങനെയുള്ള എൻ്റെ യാത്ര, ഒരുപാട് യാത്ര അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ മിക്കവാറും ഇന്ത്യയിൽ തന്നെ ഒരുവിധ ആശുപത്രികളൊക്കെ ആ ചാർജുകൾ കുറയ്ക്കാനും രോഗികളുമായിട്ട് ഒരു പാവപ്പെട്ട പേഷ്യൻ്റ് വെച്ചാൽ 25%, 20%, 15% കൺസെഷൻ തരാനുള്ള ഒരു മാനസികാവസ്ഥയിലും എത്തിയിട്ടുണ്ട്. ഒരു കുടുംബനാഥൻ വരുമാനം അദ്ദേഹത്തിന് വരുന്ന ശമ്പളം കയ്യിൽ കിട്ടിയ ഉടൻ പാലിന്, വീട്ടുവാടക അല്ലെങ്കിൽ ഹൗസിംഗ് ലോണ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, അങ്ങനെ പല കാര്യങ്ങൾക്ക്, ഭക്ഷണ സാധനങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, എല്ലാറ്റിനും അതിലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബഡ്ജറ്റും ഇല്ല. ഇത് അസുഖം വരുന്ന സമയത്ത് ഓടി നടന്ന് അല്ലെങ്കിൽ കിടപ്പാടം പണയപ്പെട്ട് ചികിത്സിക്കുക, ആ ഒരു രീതി മാത്രമേ നമ്മൾക്ക്. ആകെ സ്വർണ്ണങ്ങളോ ഇതൊക്കെ വിറ്റ് ചികിത്സിക്കുക, അല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി മാസം ഒരു തുക എടുത്തു വയ്ക്കുക എന്നുള്ള ഒരു രീതി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കാണുന്നില്ല. ആ അവസരത്തിലാണ് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, പല ഇൻഷുറൻസ് സ്കീമും ഉണ്ടല്ലോ, അതിൻ്റെ വളരെയധികം ആവശ്യം വരുന്നത്. സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന പല ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ഇന്ന് എല്ലാ ചികിത്സയും ചെറിയ ഒരു ഡയബറ്റിക് സ്റ്റാർട്ടിങ് തൊട്ട് ഡയബറ്റിക് എൻഡ് വരെ എത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ട്. അത് എന്ത് കിഡ്നിക്കോ ഹാർട്ടിനോ അങ്ങനെ പല തകരാറുകളും ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം കാല് മുറിച്ച് കളയുക, കണ്ണിന് കേടുവരിക, ഒരുപാട്. അതേപോലെ വരുന്ന മാരക രോഗങ്ങളും സാധാരണ രോഗങ്ങൾക്കും വലിയ വലിയ ചികിത്സാ ചെലവ് വരുന്നുണ്ട്, മരുന്നിനും എല്ലാം. ആ അവസരത്തിൽ നമ്മൾക്ക് ഇനിയുള്ള തലമുറയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും രോഗികളാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സമൂഹത്തിന് ആ ബാധ്യത ഏറ്റെടുക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ആരോഗ്യമായി ഇരിക്കുമ്പോൾ തന്നെ നാളത്തെക്കുറിച്ച് ചിന്തിച്ച് നാളത്തെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കരുതി വെക്കണം. ഇത്ര കൂടുതൽ ഇൻ്റർവ്യൂസ് അല്ലെ ഇത് വരുമ്പോഴത്തേക്ക് ഉമ്മയോട് കൂടുതൽ ആൾക്കാർ വന്ന് അങ്ങോട്ട് ചോദിക്കുന്നവരുടെ എണ്ണമായിരിക്കില്ലേ കൂടുന്നത്? ഉമ്മയ്ക്ക് അങ്ങോട്ട് ഒരു സാമ്പത്തിക സഹായമോ അല്ലെ ഈവൻ വിവര സഹായമോ ചെയ്യുന്നവരെക്കാളും മറ്റേ രീതിയിലല്ലേ കൂടുന്നത്? അത് ശാന്തിയുടെ പ്രവർത്തനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കി. തീർച്ചയായിട്ടും. ഇപ്പം ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരാൾ വരിക എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ആധാരം പണയാണ്, ജപ്തി വന്നിട്ടുണ്ട്, മാഡം വന്നിട്ട് അതൊന്ന് എടുത്തു തരണം, എന്നിട്ട് ആ പൈസ ഞാൻ മാഡത്തിന് വീണ്ടും ബാങ്കിൽ വെച്ച് എടുത്തു തരാമെന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ അതിന് ഇങ്ങനത്തെ സേവനമല്ല, ഇതൊക്കെ ചെയ്യണമെന്ന്. അതൊക്കെ വായിച്ചു, പക്ഷേ മാഡം എല്ലാ സഹായം ചെയ്യുന്നതാണ് പറഞ്ഞു. ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾ തരുന്ന 100 രൂപയായാലും 1000 രൂപയായാലും എത്ര രൂപയായാലും 1 രൂപയായാലും അത് ഈ സ്ഥാപനം നിലനിർത്താനാണ്, തന്നാലേ ഈ സ്ഥാപനം നിലനിർത്താൻ പറ്റൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ വിചാരിക്കണം ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യം കൂടി അതിലും കൂടി കിടക്കട്ടെ. ഗോൾഡ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓഫീസിൽ കയറി വരും. ഞങ്ങൾ ഗോൾഡ് വെച്ചിട്ട് അത് ജപ്തി ചെയ്യുന്നുണ്ട്. സത്യത്തിൽ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ എത്ര ബുദ്ധിമുട്ടിയെന്ന് അറിയാം, മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട്, ഹസ്ബൻഡുണ്ട്, ഇവരെല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആകെ പേടിയായി. സത്യപ്രേമനാണ് ഉത്തരവാദി എഴുതി വെക്കല്ല. അവർ പറയണം ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കും, അതെടുത്തിട്ട് വിറ്റിട്ട് വേറെ ആർക്കോ കാശ് കൊടുക്കാണ്ട് അതൊന്ന് ചെയ്തു തരുമെന്ന്. സത്യത്തിൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തു. എന്തുകൊണ്ട് ഇവരെല്ലാവരും മരിച്ചാൽ എനിക്കൊരു കുറ്റബോധമാവില്ലേ? പിന്നെ അപ്പോൾ ആ ജ്വല്ലറിക്കാർ തന്നെ പറഞ്ഞത്ര ഞങ്ങൾ തന്നെ വിറ്റിട്ട് കാശ് തരാമെന്ന്. അപ്പോൾ എനിക്ക് വലിയൊരു റിലീഫായി. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇവർ കയറി വന്നു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവർ രാവിലെ തൊട്ട് അവിടുന്ന് പോന്നിട്ട് രാത്രി വരെ നമ്മുടെ അവിടെ വന്നിരിക്കുമ്പോൾ നമ്മളെങ്ങനെ അവരെ പറഞ്ഞയക്കും? സോ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ എന്നേക്കാൾ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ചുമയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഇതിൽ സഹകരിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അത് പറയുക. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഫണ്ടും ട്രസ്റ്റുകളുടെ ഫണ്ടും എല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കും. അപ്പോൾ അവർ പറയണത് ഞങ്ങൾക്ക് വീട് പണിയാൻ ഇതൊക്കെ മേടിച്ചു തരാൻ പറ്റും, പറ്റില്ല.
നമുക്ക് ഏതൊക്കെ സർക്കാർ അല്ലെ സർക്കാരേതര ഏജൻസികളുടെ സഹായം ശാന്തിയിലൂടെ ലഭ്യമാക്കാൻ പറ്റും, അല്ലെ ശാന്തിയുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ശാന്തിക്ക് ഒരു ഫണ്ടും ഇല്ല, ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്നില്ല. ഇത്തരം കുറച്ച് നല്ല വെൽവിഷേഴ്സിന്റെ സഹായം എന്തുകൊണ്ടാണ് കിട്ടാത്തത്? മാത്രം. ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ? ട്രൈ ചെയ്തു. അറ്റ്ലീസ്റ്റ് മെഡിക്കൽ കോളേജിൽ ഒരു സ്ഥലം അവർ നിയമവശങ്ങൾ പഠിച്ചു വരട്ടെ എന്ന് വർഷത്രയായിട്ടും പഠിച്ചിട്ടില്ല. അപ്പൊ അവര് പഠിച്ച് ഇപ്പൊ എൻ്റെ അടുത്തൊരു ഫയലായി അവർ പഠിച്ചത്. അല്ലാതെ എന്തെന്നറിയോ, ഇത് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകും ഇത് വരുന്നത് കൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാവും, പ്രൈവറ്റ് ആശുപത്രികൾക്കൊക്കെ സർക്കാരിൽ ഈ ഫെസിലിറ്റി വന്നാൽ നഷ്ടം ഉണ്ടാവുമോ എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്, എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ആ സർക്കാരിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാലും ഞാൻ ഇപ്പോഴും ഇന്നലെ വരെ ഞാൻ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് മാറ്റിയപ്പോൾ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മാറ്റിയപ്പോൾ അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സ്ഥലം തന്നു കഴിഞ്ഞാൽ എല്ലാ MLA-മാർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നടന്നാൽ ഭാഗ്യം. ഇപ്പോഴും ഇന്നലെ വരെ ഞാൻ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിലൂടെ രോഗികൾക്ക് സഹായിക്കുന്ന ഒരുപാട് ട്രസ്റ്റുകളുണ്ട്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഫണ്ട് എപ്പോഴും കിട്ടും. പിന്നെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു 40,000 രൂപയൊക്കെ കിട്ടും. പിന്നെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഒരു ഫണ്ടുണ്ട്, അത് കിട്ടും. പിന്നെ ഒരുപാട് ട്രസ്റ്റ് ഡൽഹിയിലും ബോംബെയിലും ഒക്കെയുള്ള കോയമ്പത്തൂരും മദ്രാസിലൊക്കെ ഉള്ള ട്രസ്റ്റുകളുണ്ട്. അവരെല്ലാം 50,000 20,000 അറ്റ്ലീസ്റ്റ് 10,000 1000 ഒക്കെ വെച്ച് കൊടുക്കും. കുട്ടികളുടെ സർജറി എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നടത്താവുന്ന രീതിയിൽ ഈ ഫണ്ടെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കും. 40 വയസ്സിന് മേലെ ആകുമ്പോൾ ഈ ഫണ്ടെല്ലാം കുട്ടികൾക്ക് 25,000 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 40 വയസ്സിന് മേലെയുള്ളവർക്ക് 10,000 കിട്ടുള്ളൂ. സോ അവർക്ക് വരുന്ന ആ സർജറിയുടെ അമൗണ്ടിൽ പകുതിയെങ്കിലും നമ്മൾ നേടിക്കൊടുക്കാറുണ്ട്. അന്ന് ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കിടപ്പാടൊന്നും പണയം വെക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇനിയും കുറേയും കൂടി മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ ഫണ്ടെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സർജറികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവരോട് പറയും നിങ്ങളും ഒരു പങ്ക് വഹിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ സർജറി ചെയ്ത് കൊടുത്താൽ അവർ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ സർജറി ചെയ്തിട്ടുണ്ടോ, എന്താ വെച്ചാൽ എന്നോട് വേറൊരു ഹോസ്പിറ്റലിൽ 1.5 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. ഉമാപ്രേമൻ അത് 50,000 രൂപയ്ക്ക് ചെയ്തു തന്നു. അപ്പോൾ നമുക്കത് ശരിയായിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ എന്നെ വിളിച്ച് പറയാണ്, മാഡം അയാളിങ്ങനെ വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എക്കോ എന്താ വേണ്ടത് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കാമായിരുന്നില്ലേ? അപ്പോൾ എന്നോട് പറയാണ് മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധവും ഇല്ല, അതിലൊന്നും എടുത്തിട്ടില്ല രോഗി, അതാണ് കാരണം. ഈ 50,000 രൂപയും കളക്ട് ചെയ്ത് കൊടുത്തതാണ്. സോ അയാളെ അതിന്റെ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പിന്നീട് ഞാൻ തീരുമാനിച്ചു രോഗിയോട് ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ വാങ്ങിക്കാതെ ചെയ്താൽ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ സർജറിക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ 10,000 കിട്ടണം, ബാക്കിയുള്ള ഫണ്ട് ശാന്തി ഇങ്ങനെയുള്ള ട്രസ്റ്റിലൂടെ നേടിത്തരുമെന്ന്. ശാന്തിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഏകദേശം ഒരു മാസം എത്ര രൂപയോളം വേണ്ടി വരും? ഒരു ബജറ്റ് എങ്ങനെയാണ്? ഈ ഡയാലിസിസ് യൂണിറ്റിന് മാത്രം നമുക്ക് 1,52,000 രൂപ 2 യൂണിറ്റിനും വേണ്ടി വരും. ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു 13,000 രൂപയോളം സ്പോൺസർ ചെയ്യുന്ന ആളുകളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും നമ്മളെന്ത് പറയണം, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ ആധാരെല്ലാം പണയപ്പെടുത്തി ഞാൻ സാധനങ്ങളൊക്കെ ചെയ്തിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തന്നെ സൗദിയിൽ എഗി ജോസഫ് എന്ന് പറയുന്ന ഒരാളും കുറേ മാധ്യമങ്ങളും കൂടിയിട്ട് ഒരു ഫണ്ട് മന്ത്ലി ഒരു സഹായം ചെയ്യാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ശാന്തിയുടെ? ഒരു കിഡ്നി ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. ആദ്യമായിട്ടും തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിനൊട്ടാകെ ചേർത്തിട്ട് ഒരു കിഡ്നി ഫൗണ്ടേഷൻ, അവിടെ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. പിന്നെ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് കൊടുക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കാർഡും റേഷൻ കാർഡ് റവന്യൂ കാർഡും ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു ഹെൽത്ത് കാർഡ്, അതിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും TCD CSRും പിന്നെ കിഡ്നിക്ക് ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാം, ക്രിയേറ്റിനും ഹാർട്ടിൻ്റെ കൊളസ്ട്രോളും എല്ലാം നോക്കിയിട്ട് അത് നമുക്ക് പഞ്ച് ചെയ്താൽ നമ്മുടെ ഹിസ്റ്ററി കിട്ടുന്ന പോലെ ഒരു ഹെൽത്ത് കാർഡും ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസും കൊണ്ടുവരണമെന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളത് പെരിന്തൽമണ്ണയിൽ തുടങ്ങുന്നുണ്ട്. സ്വാന്തനം എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് യോജിച്ചിട്ട് ന്യൂ ഇയർ തൊട്ട് അതൊരു പുതിയ പരിപാടിയായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും അത് കൊണ്ടുവരണം. പിന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇപ്പം നമ്മളൊരു 30 വയസ്സുള്ള ഒരാളെ വിളിച്ചിട്ട് പുകവലിക്കരുതെന്ന് പറയുന്നേക്കാൾ കുട്ടികൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ട്. സ്കൂളുകളുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് കിഡ്നി, എങ്ങനെ ഹാർട്ട്, അതിൻ്റെ ഫംഗ്ഷൻ എന്താ എന്നുള്ള സിമ്പിളായിട്ട്. ഇതിനെ നമ്മൾ ആരിക്കിളും വെൻട്രിക്കിളും ഒക്കെ പഠിപ്പിച്ച് നെഫ്രോണും ന്യൂറോണും പഠിപ്പിക്കുന്നില്ല. സാധാരണ കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ സിംറ്റംസും അതിനെങ്ങനെയാണ് ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് കുട്ടികളെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവനവൻ്റെ ശരീരഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ തകരാറുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കാവുന്ന ഒരു വളരെ സിമ്പിളായിട്ട് സിലബസ് ഒന്നും ഉണ്ടാക്കാതെ ഒരു മന്ത്ലി ഒരു ക്ലാസ് കൊടുക്കാവുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ന്യൂ ഇയറിന് കൊണ്ടുവന്നു. ഇതെല്ലാമാണ് ഇനി പുതിയ പരിപാടി. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. പക്ഷേ അതിലൊക്കെ ഉപരി ഉള്ള പ്രവർത്തനം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് നല്ല ആളുകളുടെ സഹായം കിട്ടണം. അതാണ് ഇപ്പോൾ ശാന്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. പിന്നെ അത് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഈ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ ശാന്തിക്ക് സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ എല്ലാവരെയും വളരെ ആദരവ് തോന്നുന്ന ഒരു പ്രവർത്തനങ്ങളുടെ രീതിയാണ് ഉമ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉമയുടെ ഈ
പ്രയത്നത്തിൽ പങ്കാളികളാകാനായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് അവസരം. നമുക്കെല്ലാവർക്കും ഉമയോട് ചേർന്ന് നമ്മളുടെ ഇവിടെ പാവങ്ങൾക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാവുന്നതാണ്. ഉമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസയോടുകൂടി സഖിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും.